നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്നവരാണോ അതോ ആക്ഷൻ എടുക്കുന്നവരാണോ? എക്സ്ക്യൂസ് പറയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. ആദ്യമേ തന്നെ എക്സ്ക്യൂസ് എന്താണെന്നുള്ളത് പറയാം. എക്സ്ക്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ടൈമില്ല, അതെൻ്റെ ഫോൾട്ടല്ല, എനിക്കത് ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഞാൻ മെൻ്റലി സ്റ്റക്കാണ്, ഞാൻ റെഡിയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ക്യൂസ് പറയുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് റിയലി അതിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ആദ്യമേ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ ഒരാൾ എക്സ്ക്യൂസ് ഇങ്ങനെ പറയുകയാണ്, അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അവർ ആ എക്സ്ക്യൂസ് പറയുന്നത് എന്നുള്ളത് നോക്കാം. അതിന് കുറച്ച് സർട്ടൺ റീസൺസ് ഉണ്ട്. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലർ ആണ്. ഇത് ഞാൻ തുടങ്ങിയാൽ ഞാൻ പരാജയപ്പെട്ടു പോകുമോ, ഇതെൻ്റെ ഇമേജിനെ ബാധിക്കുമോ എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് അത് നമ്മൾ നീട്ടി വെക്കും, പ്രോക്കാസിനേറ്റ് ചെയ്യും. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള ചിന്തകളില്ലേ, ഈ ഒരു ചിന്തകളൊക്കെ കൊണ്ട് നമ്മളത് നീട്ടി അങ്ങനെ അങ്ങ് വെക്കും. നമ്മുടെ മനസ്സിങ്ങനെ പറയും, ഇത് റിസ്ക്കിയാണ്, വേണ്ട, ഇപ്പോൾ ചെയ്യണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളിലിരുന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് ആ ചെയ്യേണ്ട കാര്യം തള്ളി നീക്കുന്നത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കംഫോർട്ട് സോൺ. നമുക്ക് നമ്മളെല്ലാവരും ജീവിക്കുന്ന ആ ഒരു കംഫോർട്ട് സോൺ ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടം അത് തന്നെയാണ്. അതിൽ നിന്ന് ഒരു മാറ്റം വരുമ്പോൾ ഉണ്ടാകുന്ന ആ പെയിന്, അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു പേടിയൊക്കെ ഉണ്ടല്ലോ, അതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടും നമ്മൾ അത് എളുപ്പ വഴിയാണല്ലോ, എനിക്ക് ആ സമയം കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്നുള്ള ആ ഒരു രീതിയിൽ അങ്ങ് പറഞ്ഞു പോകുന്നത്. തേർഡ് റീസൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ജഡ്ജ്മെൻ്റ് ആണ്. ഇപ്പം എനിക്ക് മടിയായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയാനൊരു മടി, അവരെന്നെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ള പേടി കാരണം നമ്മൾ പറയും, ഓക്കെ, അത് ആ ടൈമിൽ എനിക്ക് ആ സിറ്റുവേഷൻ, ആ ആൾക്കാരെല്ലാം കൂടെ ഇങ്ങനെ നിന്നപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല, അല്ലെങ്കിൽ എന്താണ് ആ ആൾ കാരണമാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നേക്കുന്നത് എൻ്റെ ലൈഫിൽ, അല്ലാതെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൈ ഒഴിയത്തില്ലേ. ആ ഒരു റീസൺ വരുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡ്ജ് ചെയ്യപ്പെടുമോ എന്നുള്ള ഉള്ളിലെ പേടിയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ഈസ് ഐഡൻറ്റിറ്റി ലൂപ്പാണ്. നമ്മൾ ബിസി ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഫ്രീ അല്ലാന്നോ ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മളുടെ ഇമേജ് അതായി മാറും. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മൾ റിപ്പീറ്റായിട്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്തായി മാറും, നമ്മുടെ ഹാബിറ്റായി മാറും. നമ്മൾ വീണ്ടും എക്സ്ക്യൂസ് പറയും, നമ്മൾ കള്ളം പറയുന്നതൊക്കെ കണ്ടിട്ടില്ല ചില ആൾക്കാർ. ആ കാരണങ്ങൾ കൊണ്ടാണ് ഇത് ചെയ്യുന്ന, അവരുടെ ലൈഫിൽ അവർ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, ആ പാറ്റേണിൽ അങ്ങ് ജീവിച്ചു പോയി. ഓക്കെ, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ എക്സ്ക്യൂസസ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഓവർകം ചെയ്യാമെന്ന് നോക്കാം. ഓവർകം ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ടത് അവയർനെസ് ആണ്. അവയർനെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഇപ്പോൾ പറയണ്ടാവും, അത് ശരിക്കും എനിക്ക് ടൈം ഇല്ലാഞ്ഞിട്ടല്ലേ. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക്, ടൈം ഇല്ലാഞ്ഞിട്ടാണോ അതോ നിങ്ങളതിന് പ്രയോറിറ്റി കൊടുക്കാഞ്ഞിട്ടാണോ? പ്രയോറിറ്റി കൊടുക്കാഞ്ഞിട്ടാണ്. നമ്മൾ ആ ഒരു കാര്യത്തിൽ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ചെയ്യാനുള്ള ടൈം നമുക്ക് കണ്ടെത്തും. ഇല്ല, നമുക്കത് ചെയ്യണ്ട, ഇപ്പോൾ അതെനിക്ക് അത്ര വലിയ കാര്യമല്ല എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുവാണെങ്കിൽ എന്താ, നമ്മൾ അത് ചെയ്യില്ല, നീട്ടി വെക്കും. അതുകൊണ്ട് ഫസ്റ്റ് അവെയർ ആകുക എന്നുള്ളതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് മൈക്രോ ആക്ഷൻസ് എടുക്കുക. നമ്മുടെ ലൈഫിൽ നമ്മളൊരു കാര്യം ചെയ്തില്ല, എന്നാലും ഒരു ചെറുതായിട്ടെങ്കിലും ടൈനി ആയിട്ട് എന്തെങ്കിലും അതിന് വേണ്ടിയിട്ടൊന്ന് ചെയ്യുക. നമ്മൾ എക്സ്ക്യൂസ് പറയുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ, നമ്മുടെ അടുത്ത് ഒരു പേജ് ബുക്ക് വായിക്കാൻ പറയുന്നതാവാം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതാവാം, എന്തെങ്കിലും ആയിക്കോട്ടെ. നമുക്ക് ഇഷ്ടമില്ല, നമ്മൾ ചെയ്യാനുള്ള ടൈമില്ല എന്ന് നമ്മൾ എക്സ്ക്യൂസ് പറയുമ്പോൾ നമ്മൾ സ്വയം ആലോചിച്ച് നമുക്ക് മനസ്സിലായി നമ്മൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ചെറിയൊരു ആക്ഷൻ എങ്കിലും എടുക്കുക, മൈക്രോ ആക്ഷൻ എങ്കിലും നമ്മൾ എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അതായത് ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ സ്വയം, മാഡം മോനെ നീ അത് ചെയ്തടാ എന്ന് സ്വയം നമ്മൾ പ്രൈസ് ചെയ്യണം. അയ്യോ അത്രേ ചെയ്തുള്ളൂ എന്നുള്ളൊരു ചിന്ത വരാതെ നമ്മൾ സ്വയം നമ്മളെ എന്താ പറയുക, സെലിബ്രേറ്റ് ചെയ്യണം എന്ന് പറയത്തില്ല, അപ്രീഷിയേറ്റ് ചെയ്യണം, സ്വയം അപ്രീഷിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മൈൻഡ്, നമ്മുടെ ബ്രെയിൻ ഓക്കെ, ഈ കാര്യം ചെയ്യുന്നത് നമുക്ക് സന്തോഷം വരുന്നൊരു കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും ആ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ലാസ്റ്റ് വൺ ഈസ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ
ബോൾഡായിട്ടുള്ള, എക്സ്ക്യൂസ് പറയാത്ത, നമ്മൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, എല്ലാവർക്കും ഇഷ്ടമുള്ള, അതായത് ഒരു ലവബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് നിങ്ങൾ സ്വയം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾക്ക് അതായി മാറാൻ പറ്റും. ഈ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് അഫർമേഷൻസ് നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ ഈ എക്സ്ക്യൂസസ് നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹമില്ല, എന്നാലും അങ്ങ് പറഞ്ഞു പോകുക. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3 അഫർമേഷനും കൂടി പറഞ്ഞു തരാം. അഫർമേഷൻ എന്ന് വെച്ചാൽ ഷോർട്ട് സെൻറ്റൻസസ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട കാര്യമാണ് കേട്ടോ. നമ്മുടെ ലൈഫിൽ ടൈം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും, അതും ഇതേപോലെ എക്സ്ക്യൂസ് പറയല്ല വേണ്ടത്, നമുക്ക് ടൈം കിട്ടുന്ന സമയങ്ങളിൽ അത് ചെയ്യുക. അതിന് പ്രയോറിറ്റി കൊടുത്താൽ നമ്മളത് ചെയ്യും, അത്രേ ഉള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ഐ ചൂസ് ആക്ഷൻ ഓവർ എക്സ്ക്യൂസ്. ഐ ആം ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ മൈ ഗ്രോത്ത്. ഡിസിപ്ലിൻ ഈസ് മൈ ന്യൂ കംഫോർട്ട് സോൺ. ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ പറഞ്ഞ് ശീലിക്കുക, ഈ ഒരു പ്രോബ്ലം ഉള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.